ആനപ്പക എന്ന പ്രയോഗം മലയാളികൾക്ക് സുപരിചിതമാണ്. സമാനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ പ്രതികാര ബുദ്ധിയും. നരേന്ദ്രമോദിക്കെതിരെ നിലപാട് സ്വീകരിച്ച IPS ഉദ്യോഗസ്ഥൻ സഞ്ജയ് ഭട്ട് ജാമ്യം പോലും കിട്ടാതെ എത്രയോ കാലമായി ജയിലിലാണ്. തങ്ങളെ വിമർശിക്കുന്ന ആരെയും ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ നിശബ്ദരാക്കുക എന്നതാണ് സംഘപരിവാറിന്റെയും BJP സർക്കാരിന്റെയും നിലപാട്. ടെലിഗ്രാഫ് പത്രത്തിന്റെ എഡിറ്ററായിരിക്കെ പത്രത്തിലൂടെ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ R രാജഗോപാലിനെ പ്രതികാര ബുദ്ധിയോടെ പിന്തുടരുകയാണ് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ. ആദ്യം അദ്ദേഹത്തിന്റെ ജോലി തെറിപ്പിച്ചു. മറ്റൊരു സ്ഥാപനവും കേന്ദ്ര സർക്കാരിനെ ഭയന്ന് അദ്ദേഹത്തിന് ജോലി നൽകാൻ തയ്യാറാകുന്നില്ല. കൊൽക്കത്തയിൽ താമസക്കാരനായ അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അവിടം കൊണ്ടും അവസാനിപ്പിച്ചില്ല. പാസ്പോർട്ട് പുതുക്കാൻ നൽകിയപ്പോൾ അത് പുതുക്കി നൽകാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചു. സ്വന്തം മകളുടെ കല്യാണത്തിന് അമേരിക്കയിലേക്ക് പോകാനുള്ള അവകാശം പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. ക്രൂരമായ വേട്ടയാടലിന് വിധേയനാവുകയാണ് മാധ്യമപ്രവർത്തകനായ R രാജഗോപാൽ. ഒന്നുകൂടി പറയാതെ പോകാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിനെ ഭയന്ന് നമ്മുടെ മാധ്യമങ്ങൾ രാജഗോപാലിൻ്റെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല. താൻ ഇന്ത്യൻ പൗരൻ ആണെന്ന് തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുകയാണ്. പ്രമുഖ മാധ്യമപ്രവർത്തകനും ദി ടെലിഗ്രാഫ് ദിനപത്രത്തിൻ്റെ മുൻ എഡിറ്ററുമായ R രാജഗോപാലിൻ്റെ പാസ്പോർട്ട് പുതുക്കി നൽകാതെ മോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ നിശിത വിമർശനങ്ങൾ നടത്തുന്ന മാധ്യമപ്രവർത്തകനാണ് രാജഗോപാൽ. R രാജഗോപാൽ ചേരുകയാണ്. ശ്രീ രാജഗോപാൽ, കാർട്ടൂണിസ്റ്റ് ശങ്കറൊക്കെ ഇപ്പോൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന ചോദ്യം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. വിമർശനങ്ങളെ ഇത്രമാത്രം അസഹിഷ്ണുതയോടെ നേരിടുന്ന ഒരു ഭരണകൂടം നമ്മൾ ഈ കാലയളവിൽ 47 ശേഷം ഈ കാലയളവിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഒരു വിമർശനം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അവർ മാറുകയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു ഗാന്ധിയൻ കുടുംബത്തിൽ ജനിച്ച വ്യക്തി എന്ന നിലയിൽ ഒക്കെ ഈ കാര്യങ്ങൾ അങ്ങ് അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം എന്നതിനപ്പുറം സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അങ്ങ് എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീ രാജഗോപാൽ. ഞാനത് രാഷ്ട്രീയ പകപോക്കാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ കാര്യം പ്രധാനമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ SIR വന്നപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് മാത്രമല്ല സുപ്രീം കോടതി പോലും സുപ്രീം കോടതിയുടെ അത് SIR-നെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള വിധിയിൽ പറഞ്ഞ ഒരു പ്രധാന കാര്യം, ഈ SIR എന്ന് പറഞ്ഞ പ്രക്രിയ നടത്തിയത് നമ്മുടെ ഇലക്ഷൻ പട്ടിക അത് ശുദ്ധീകരിക്കാൻ, അത് ക്ലീനപ്പ് ചെയ്യാൻ എന്ന് മാത്രം, അതിന് മാത്രമാണ് സോൺലി ഫോർ ദറ്റ് പർപ്പസ് എന്നുള്ളൊരു അണ്ടർടേക്കിന്റെ പുറത്താണ് സുപ്രീം കോടതി ഇതിനെ അപ്ഹോൾഡ് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞ് തന്നെ ഇപ്പോൾ ബംഗാളിൽ പുതിയ സർക്കാർ വന്ന ശേഷം പല ക്ഷാമ പ്രവർത്തനങ്ങൾക്കും എലിജിബിലിറ്റി വേണമെങ്കിൽ ഡിലീറ്റഡ് വോട്ടേഴ്സ്, അതായത് അപ്പീൽ കൊടുക്കാത്ത ഡിലീറ്റഡ് വോട്ടേഴ്സ് അതിന് എലിജിബിൾ അല്ലെന്ന് ഓൾറെഡി റൂളിംഗ് വന്നു കഴിഞ്ഞു, ഇവിടെ പോളിസി വന്നു കഴിഞ്ഞു. ആ സമയത്താണ് എൻ്റെ ഈ പാസ്പോർട്ട് പ്രശ്നം വരുന്നത്. പക്ഷേ ഇതിനുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാസ്പോർട്ടിനും വോട്ടർ ID ആയിട്ടുള്ള ബന്ധം. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ വെബ് പോർട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ പാസ്പോർട്ട് അപേക്ഷിക്കുമ്പോൾ, പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷിക്കുമ്പോൾ നമ്മൾ 2-3 കോളം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ ഒരു ഇത് തെളിയും, നിങ്ങൾക്ക് ഈ മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആ മാൻഡേറ്ററി ഡോക്യുമെന്റ്സിനകത്ത് 2 രേഖകളാണ് പറയുന്നത്. അതിനകത്ത് വോട്ടർ ID ഒരു മാൻഡേറ്ററി രേഖയായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറയാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ഞാൻ വളരെയധികം സെർച്ച് ചെയ്തു, പല പത്രക്കാരോടും ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഒരു ഗവൺമെന്റ് മെമ്മോ ഓർഡർ ഉണ്ടോ, അതായത് SIR-ൽ പേരില്ലാത്തവരുടെ പാസ്പോർട്ട് പുതുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പം ഞാൻ പറയുന്നത്, പലപ്പോഴും ഡിസ്ക്രിഷണറി പവേഴ്സ് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരും മറ്റുള്ളവരും സാധാരണ ജനങ്ങളെ കഴിയുന്നത് ശല്യപ്പെടുത്തുക എന്നുള്ള ഒരു സിംഗിൾ അജണ്ട. ആദ്യം ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാട്ടി ഭീകരം അവസ്ഥ നേരിടുന്ന ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ദരിദ്രരുമാണ്. അവർക്ക് ഈ ക്ഷേമപ്രവർത്തനം കിട്ടുന്നില്ല. ഇപ്പം ഇന്ന് പത്രത്തിൽ കണ്ട്, ഇന്നലെ ഒരു കൺവെൻഷൻ, കൽക്കട്ടയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ പലരും പറഞ്ഞു അവർ റേഷൻ കാർഡിൽ പോകുമ്പോൾ അവരുടെ റേഷൻ ഡീലേഴ്സ് ഭയപ്പെടുത്തുകയാണ്, നിങ്ങളുടെയൊക്കെ പേര് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു വനിത പറഞ്ഞു അവരുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ അവരുടെ പേര് SIR എന്ന് വിട്ടു, കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവിടുത്തെ ലോക്കൽ അതോറിറ്റി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ SIR-നെ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞ രീതിയിൽ സുപ്രീം കോടതി തന്നെ ആ കാരണം കൊണ്ട് മാത്രം അപ്ഹോൾഡ് ചെയ്ത ഒരു പ്രക്രിയയെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളിലേക്കും, അതായത് ഈ ക്രോണോളജി സമജ് എന്ന് പറഞ്ഞ ഒരു
രീതിയിൽ വളരെ ആശങ്കാജനകം. ഇത് ഒരു പ്രശ്നം. അപ്പം എന്നെ ഒരു വ്യക്തിയുടെ രീതിയിൽ ചുരുങ്ങി കാണുന്നതിനെക്കാട്ടി ഈ ഒരു പോളിസി ഡിസിഷൻ, ഇത് എന്താണ് ഈ ഡിസിഷൻ എന്ന് പറയാൻ ഒന്നുകിൽ ഗവൺമെന്റ് ചെയ്യണം, അല്ലെങ്കിൽ കോടതി ഇടപെട്ട് ക്ലാരിഫൈ ചെയ്യണം. അതായത് SIR-ൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടില്ല, അല്ലെങ്കിൽ പാസ്പോർട്ട് അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് ഒരു കൺസ്യൂമർ ഇഷ്യൂകളുണ്ട്. ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി 1500 രൂപയിലെത്തി. 2 ദിവസം മുമ്പ് 2500 രൂപയാക്കി നോർമൽ പാസ്പോർട്ട് അപ്ലൈ. അപ്പം നമ്മുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാശ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സ് ഉണ്ടോ നോക്കിയിട്ടല്ലേ കാശ് വാങ്ങാൻ പാടുള്ളൂ. അതിന് മുമ്പ് ചെയ്യാൻ പാടും. അത് പരിശോധിച്ച് തന്നെയാണ് ഒരു കാശ് വാങ്ങിയിരിക്കുന്നത്. അപ്പം അതിനുശേഷം തരില്ല എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ്? ഏതൊക്കെ രീതിയിൽ നോക്കിയാലും, നമ്മളൊരു ട്രാൻസാക്ഷൻ ആയിട്ട് നോക്കിയാലും, നമ്മുടെ അവകാശമായിട്ട് നോക്കിയാലും, ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആയിട്ട് നോക്കിയാലും, ഇത് എന്ത് ബേസിസിലാണ് ഇവർ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്, എന്ത് ബേസിലാണ് പോലീസ് വെരിഫിക്കേഷൻ ഡിലേ ചെയ്യുന്നുള്ള വളരെ കാതലായ ഒരു പ്രശ്നം, ഒരു നിയമ പ്രശ്നം അതിനകത്തുണ്ട്. അപ്പം ഇത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ഇഷ്യൂ കൊണ്ടുവന്നത്. എന്നിൽ ചുരുങ്ങി നിൽക്കുന്നത് ഞാൻ അപേക്ഷിക്കണം. കാര്യം നമുക്ക് പറയാൻ പറ്റില്ല തെളിവ് അത് രാഷ്ട്രീയ പ്രേരിതമാണോ അല്ലോ. അപ്പോൾ എന്താ രാഷ്ട്രീയ പ്രേരിതം അല്ലെങ്കിൽ തന്നെ ഈ ക്രൂരതയ്ക്ക് എന്തെങ്കിലും അതിനൊരു കുറവ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു സാധാരണ പൗരനെ കഴിയുന്നത്ര ശല്യപ്പെടുത്തുക. ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ ബയോമെട്രിക്സ് കഴിഞ്ഞിട്ട് 100 ദിവസം ഇന്നലെ പൂർത്തിയായി. അപ്പം ഇവർ വളരെ വീമ്പിളക്കാറുണ്ട്. ഇത്ര ദിവസത്തിനും പോലീസ് വെരിഫിക്കേഷൻ ഒരുമിച്ച് 7 ദിവസത്തിനും പാസ്പോർട്ട് കിട്ടും, ഇന്ത്യയിൽ എന്തോ മഹാ അത്ഭുതം, ടെക്നോളജിയിൽ അത്ഭുതം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 100 ദിവസമായിട്ടും എനിക്കിപ്പോഴും കിട്ടിയിട്ടില്ല. കിട്ടുന്ന യാതൊരു ഉറപ്പുമില്ല. അടുത്ത 17-ാം തീയതി തന്നെ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഹൈലൈറ്റ്, അത് ഏത് നിയമത്തിന്റെ കീഴിലാണ് ഇവരിങ്ങനെ, അല്ലെങ്കിൽ ഏത് ഓർഡറിന്റെ, ഏത് മമ്മയുടെ കീഴിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പോളിസിയാണെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ആവശ്യമില്ലാതെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് ഓരോ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഒരു ക്ഷേത്രം പണിതു, മറ്റേടത്ത് ഇത് ചെയ്തു, പൂജ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പരസ്യം ഗവൺമെന്റിന് വളരെ ഈസി ആയിട്ട് ചെയ്യുള്ളൂ. നിങ്ങളുടെ SIR പേരില്ലെങ്കിൽ നിങ്ങൾ പാക്ഷോട്ടിന് യോഗ്യരല്ല എന്ന് പറയട്ടെ. അത് പറയാനുള്ള ഇത് കാണിക്കാതെ ഇങ്ങനെയുള്ള ചെയ്യുന്ന, ഇതാണ് മെയിൻ പ്രശ്നമെന്നാണ് ഞാൻ കരുതുന്നത്.